മറ്റൊരു വാർത്തയിലേക്ക്. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ജീവപര്യന്തം ശിക്ഷ തടയണമെന്നാവശ്യപ്പെട്ടാണ് ഈ അപ്പീൽ. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. അനുഭവം നിയമപരമായി സ്വീകരിക്കാനാവാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി തന്നെ ശിക്ഷിച്ചു എന്നുള്ളതാണ് പ്രതി സന്ദീപിന്റെ വാദം. അത് ചൂണ്ടിക്കാണിച്ചാണ് ഈ ശിക്ഷ മരവിപ്പിക്കണം അല്ലെങ്കിൽ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ സന്ദീപിന്റെ ഹർജി ഇപ്പോൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരോടും പോലീസിനോടും വിശദീകരണം തേടിയിരിക്കുകയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് സന്ദീപിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. നമുക്കറിയാവുന്ന പോലെ 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന വന്ദനദാസിനെ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് സന്ദീപ് കൊലപ്പെടുത്തിയത്. വലിയ ചർച്ചയായതാണ്. പിന്നീട് സന്ദീപിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്താണ് പ്രതി എത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായുള്ള ബെഞ്ച് 7-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും. ഡോക്ടർ വന്ദന വധക്കേസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷ തടയണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.